നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ് SCERT സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററായ വിലയും വിപണിയുമാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന വിവിധ വസ്തുക്കളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ചിലതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നവയും മറ്റു ചിലത് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നവയാണ് അല്ലേ? അപ്പോ അതൊന്ന് പറയാമോ? ഏതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ട് വരുന്നത്? ആഹാരം അല്ലേ? ആഹാരം നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. പിന്നെ വസ്ത്രം, പാർപ്പിടം, അത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അതേസമയം ആഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെ? ക്യാമറ, കമ്പ്യൂട്ടർ, കാറ് എന്നിവ. അടിസ്ഥാന ആവശ്യങ്ങൾ എന്നത് നമ്മുടെ മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഇവയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് വീട് താമസിക്കാനും ഭക്ഷണം വിശപ്പടക്കാനും വസ്ത്രം ശരീരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ എന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഇവയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് വീട് താമസിക്കാനും ഭക്ഷണം വിശപ്പടക്കാനും വസ്ത്രം ശരീരത്തെ സംരക്ഷിക്കാനുമാണ് സഹായിക്കുന്നത്. അതേസമയം ആഗ്രഹങ്ങൾ എന്നത് ജീവിതം കൂടുതൽ സുഖകരമാക്കാനും ആസ്വാദ്യകരമാക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇവയില്ലാതെയും ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവ ലഭിക്കുമ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. ഉദാഹരണത്തിന് ക്യാമറ ഫോട്ടോ എടുക്കാനും കമ്പ്യൂട്ടർ വിവരങ്ങൾ നേടാനും വിനോദത്തിനും കാറ് യാത്ര ചെയ്യാനും സഹായിക്കുന്നു അല്ലെ? അപ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളാണ് വായു, ആഹാരം, ജലം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയവ. അതിനാൽ ഇവയെല്ലാം തന്നെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെടുന്നു, അഥവാ ബേസിക് നീഡ്സിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെ സഹായിക്കുന്ന മറ്റു ചില ആവശ്യങ്ങൾ കൂടി നമുക്കുണ്ട്. ജീവിതാഭിലാഷങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമല്ലെങ്കിലും ഇവയെ ആഗ്രഹങ്ങളായി കണക്കാക്കുന്നു. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. സാധ്യമായ സാമ്പത്തിക വിഭവങ്ങളെ ആശ്രയിച്ച് മാത്രമേ അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ. ആധുനിക മനുഷ്യന് ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദം തുടങ്ങിയ അനേകം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്ന് വ്യക്തമായല്ലോ. ഇവയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദകരാണ്. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് നോട്ട് ബുക്ക്. പലവിധ സാധന സാമഗ്രികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നോട്ട് ബുക്കിന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. നോട്ട് ബുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ചിത്രം നമുക്ക് മനസ്സിലാക്കാം. അസംസ്കൃത വസ്തുക്കൾ അല്ലെ? മുള, തടി ഒക്കെയാണ്. പിന്നെ വ്യവസായശാല, ഫാക്ടറികൾ, പേപ്പർ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അതിനെ ഉൽപ്പന്നമാക്കി മാറ്റുന്നു അല്ലെ? പേപ്പർ നിർമ്മിച്ച് അതിനെ ഉൽപ്പന്നമാക്കി മാറ്റുന്നു, ബുക്കുകളാക്കി മാറ്റുന്നു. അപ്പോൾ നോട്ട് ബുക്ക് നിർമ്മാണത്തിന് മുള, മരത്തിന്റെ പൾപ്പ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളോടൊപ്പം യന്ത്രങ്ങള്, ഇന്ധനം, കെട്ടിടം, ഭൂമി, അധ്വാനം എന്നിവയും നാം ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ നിവേശങ്ങൾ അഥവാ ഇൻപുട്ട് എന്നും ഈ നിവേശങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്തുക്കളെ ഉൽപ്പന്നങ്ങൾ ഔട്ട്പുട്ട് എന്നും വിളിക്കുന്നു. നിവേശങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. ഉൽപാദന പ്രക്രിയയിലൂടെയാണ് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻപുട്ടിൽ ഉൾപ്പെടുന്നത്? അസംസ്കൃത വസ്തുക്കൾ അല്ലെ? അസംസ്കൃത വസ്തുക്കള്, പിന്നെ യന്ത്രങ്ങൾ, ഇന്ധനം, കെട്ടിടം, ഭൂമി, അധ്വാനം, സംഘാടനം തുടങ്ങിയവയൊക്കെ ഈ ഒരു ഇൻപുട്ടിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഉൽപാദന ധർമ്മം എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുതലാണെങ്കിൽ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതായി വരും.
ഇതിനായി ഉൽപാദകർക്ക് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇൻപുട്ടിന്റെ അളവ് വർദ്ധിപ്പിക്കുക, അല്ലെ? നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക, മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം, ഉൽപാദക ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇത്തരത്തിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഉൽപ്പന്നത്തിന്റെ അളവ് അത് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയ നിവേശങ്ങളുടെ അളവിനെയും അവയുടെ ഉൽപാദനക്ഷമതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു നിശ്ചിത കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണെന്ത്? ഉൽപാദനധർമ്മം. ഈ ബന്ധത്തെ നമുക്കൊരു സമവാക്യത്തിന്റെ രൂപത്തിൽ എഴുതുവാൻ സാധിക്കും. ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, അധ്വാനം, മൂലധനം, സംഘാടനം എന്നിവയെ യഥാക്രമം N, L, K, O തുടങ്ങിയ നിവേശ സൂചകങ്ങളായും Q ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്ന സൂചകമായും പരിഗണിച്ചാൽ ഉൽപാദന ധർമ്മത്തെ ചുവടെ നൽകിയിരിക്കുന്ന വിധം സമവാക്യ രൂപത്തിൽ എഴുതാവുന്നതാണ്. Q F ബ്രാക്കറ്റിൽ NLKO. Q is the function of NLKO. Q മൊത്ത ഉൽപ്പന്നത്തിന്റെ അളവ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ്. N ഭൂമി, ലാൻഡ്. L തൊഴിൽ അഥവാ അധ്വാനം. K മൂലധനം, ക്യാപിറ്റൽ, സാങ്കേതിക വിദ്യ, കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ, സാമ്പത്തിക മൂലധനം എന്നിവയൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. സംഘാടനം, ഓർഗനൈസേഷൻ, O. അപ്പോൾ സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശങ്ങളും, ഫിക്സഡ് ഇൻപുട്സ് ആൻഡ് വേരിയബിൾ ഇൻപുട്സ് എന്തൊക്കെയാണ്? നിവേശങ്ങൾ വ്യത്യസ്തമായ അളവിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ അളവിൽ ഉൽപാദനം നടത്തുവാൻ സാധിക്കും. എല്ലാ നിവേശങ്ങളുടെയും അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എല്ലാ നിവേശങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഇത്തരത്തിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശങ്ങളെ സ്ഥിര നിവേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, സംഘാടനം മുതലായവ സ്ഥിര നിവേശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൊഴിൽ, മൂലധനം തുടങ്ങിയ നിവേശങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത്തരത്തിൽ അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്ന നിവേശങ്ങളെ അസ്ഥിര നിവേശങ്ങൾ എന്ന് വിളിക്കാം, അഥവാ വേരിയബിൾ ഇൻപുട്സ്. അപ്പോൾ ഹ്രസ്വ ദീർഘകാല ഉൽപാദന ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഉൽപാദന പ്രവർത്തനം ഹ്രസ്വകാലത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും വ്യത്യസ്തമായി നിർവചിക്കപ്പെടുന്നു. ഒരു ഉൽപാദന സംരംഭത്തിലെ ഉൽപാദന പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു നിവേശമെങ്കിലും സ്ഥിരമായി നിൽക്കുന്ന സമയത്തെ അല്ലെങ്കിൽ സമയപരിധിയെ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും, എല്ലാ നിവേശങ്ങളും ഉൽപാദന പ്രക്രിയയിൽ മാറുന്ന ഘട്ടത്തെ ദീർഘകാല ഉൽപാദന ധർമ്മം, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും നിർവചിക്കപ്പെടുന്നു. അപ്പോൾ ഹ്രസ്വകാല അളവിലെ നിവേശങ്ങളുടെ പ്രത്യേകത ഉൾപ്പെടുത്തി നമുക്ക് ഈ ഡയഗ്രാം പൂർത്തിയാക്കാം. അസ്ഥിര നിവേശങ്ങൾ. അപ്പോ എന്തൊക്കെ നമുക്ക് അവിടെ ചേർക്കാൻ സാധിക്കും? തൊഴില്, അധ്വാനം, പിന്നെന്താണ്, അസംസ്കൃത വസ്തുക്കള് തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഉപഭോഗം, ഉപഭോക്താവ്, കൺസപ്ഷൻ, കൺസ്യൂമർ. ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇങ്ങനെ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്ന് പറയുന്നു. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്, കൺസ്യൂമേഴ്സ്. ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം. സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനുള്ള ഉപഭോക്താവിന്റെ സാമ്പത്തിക ശേഷി ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസപ്ഷൻ. നാം ഉൾപ്പെടുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയും വിവിധ ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കുന്നു. അത് ഓരോ അളവിലാണ്, അല്ലെ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആകെ വരുമാനത്തെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ഉപഭോഗ രീതി അഥവാ കൺസപ്ഷൻ പാറ്റേൺ സൂചിപ്പിക്കുന്നത്. ഉപഭോഗ രീതി ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ഇതിനെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നു.
അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഉപഭോക്താക്കളുടെ അഭിരുചികളും താല്പര്യവും, അല്ലെ? ഉപഭോക്താക്കളുടെ അഭിരുചിയും താല്പര്യവും. പിന്നെന്താണ്? പാരിസ്ഥിതിക അവബോധം. പിന്നെന്താണ്? കാലാവസ്ഥ. അപ്പോൾ ഓരോരുത്തർക്ക് ജോലിയൊക്കെ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ജോലി കൂടുതൽ കാണും, ചിലപ്പോൾ ജോലി കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് വരുമാനവും അത് അഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ജോലി ഉണ്ടെങ്കിലേ കൂലി ലഭിച്ചിട്ട് ഈ എന്തെങ്കിലുമൊക്കെ മേടിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പം ബൈയിങ് പവറിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെന്താണ്? വില നിലവാരം, അല്ലെ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകൾ ഉപഭോഗത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. വില കൂടുമ്പോൾ ഉപഭോഗം കുറയാനും വില കുറയുമ്പോൾ ഉപഭോഗം കൂടാനും സാധ്യതയുണ്ട്. പിന്നെന്താണ്? ഉപഭോക്താക്കളുടെ അഭിരുചിയും മുൻഗണനയും. അപ്പോൾ വ്യക്തികളുടെ അഭിരുചികള്, ഫാഷൻ, മുൻഗണനകള് ഇതൊക്കെ അനുസരിച്ച് ഉപഭോഗ രീതികൾ അഫക്റ്റ് ആവുന്നുണ്ട്. പിന്നെന്താണ്? ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് വരും, അല്ലെ? ഭാവി പ്രതീക്ഷകൾ. ഭാവിയിലെ വിലകളെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ ഉള്ള പ്രതീക്ഷകൾ ഉപഭോഗത്തെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, വില കൂടുമെന്ന് പ്രതീക്ഷിച്ചാൽ നമ്മളിപ്പോൾ ഉള്ള വിലയ്ക്ക് കൂടുതൽ ആ വസ്തു വാങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെ? പിന്നെന്താണ്? സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വരും. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. സാമൂഹിക നില, പാരമ്പര്യം, ആഘോഷങ്ങൾ, കുടുംബ വലിപ്പം എന്നിവയും ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പിന്നെ വായ്പയുടെ ലഭ്യതയും പലിശ നിരക്കും. കേട്ടോ, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. വായ്പ എളുപ്പത്തിൽ ലഭിക്കുകയും പലിശ നിരക്ക് കുറയുകയും ചെയ്യുമ്പോൾ ഉപഭോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വരുമാനത്തിന് പുറമെ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ്? വില നിലവാരം, ഉപഭോക്താക്കളുടെ അഭിരുചികളും മുൻഗണനകളും, ഭാവി പ്രതീക്ഷകൾ, സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, വായ്പയുടെ ലഭ്യതയും പലിശ നിരക്കും. അപ്പോൾ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യക്തികളും കുടുംബങ്ങളും മാത്രമല്ല ഗവൺമെന്റും വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം ഉപഭോഗം നടത്തുന്നു. പരിമിതമായ വിഭവങ്ങളും, ലിമിറ്റഡ് റിസോഴ്സ്, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. വിഭവങ്ങളുടെ ചൂഷണത്തിനും ദുരുപയോഗത്തിനും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഒരു പ്രധാന കാരണമാകുന്നു. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവയെ കൂടി നിറവേറ്റാൻ കഴിയും വിധം നിലവിലെ വിഭവങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സുസ്ഥിര ഉപയോഗം അഥവാ സസ്റ്റൈനബിൾ കൺസപ്ഷൻ. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന രീതിയിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗമാണ് സുസ്ഥിര ഉപഭോഗം. ഭാവി തലമുറയ്ക്കായി കരുതി വെച്ചുകൊണ്ടുള്ള വിഭവങ്ങളുടെ പുനരുപയോഗ ക്രമമാണ് സുസ്ഥിര ഉപഭോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സുസ്ഥിര ഉപഭോഗം എന്ന ആശയം സുസ്ഥിര ഉൽപാദനവും സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പൊതു സവിശേഷതകൾ പങ്കിടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 12ാമത്തേത് സുസ്ഥിര ഉപഭോഗവും സുസ്ഥിര ഉൽപാദന രീതിയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. ഇത് നിലവിലുള്ള തലമുറയുടെയും ഭാവി തലമുറയുടെയും ഉപജീവന മാർഗം നിലനിർത്തുന്നതിന് താക്കോലാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു വചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തി പരിഹരിക്കാൻ അത് തികയുകയുമില്ല. അപ്പോൾ സുസ്ഥിര ഉൽപാദനം എന്താണ്? സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് സുസ്ഥിര ഉൽപാദനത്തിന്റെ പ്രഥമ ലക്ഷ്യം. സുസ്ഥിര ഉൽപാദനത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുക, വിഭവങ്ങളുടെ പുനരുൽപാദന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക, ഉൽപാദനത്തിലൂടെയും ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗത്തിലൂടെയും ആവശ്യമായ എല്ലാ സാധനങ്ങളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക, ഊർജ സംരക്ഷണം പരമാവധി ഉറപ്പുവരുത്തുക, സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുക, പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയുള്ള ഉപഭോഗ സംസ്കാരവും ഉൽപാദന രീതിയും വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദപരമായ ഉൽപാദന ഉപഭോഗ രീതികൾ പിന്തുടരേണ്ടത് സുസ്ഥിര വികസനത്തെ പരിപോഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പുരോഗതിയെയും ലക്ഷ്യമിട്ട് നാം വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
പലപ്പോഴും അത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനും പരിസ്ഥിതി നാശത്തിനും ഇടയാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്? കെട്ടിടങ്ങൾ, റോഡുകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പാറകളും കുന്നുകളും നിരപ്പാക്കപ്പെടുന്നു അല്ലേ? പിന്നെന്താണ്? ഇങ്ങനത്തെ ഈ വികസന പ്രവർത്തനങ്ങൾ അല്ലേ, വനമൊക്കെ വെട്ടി നിരപ്പാക്കും അല്ലേ, റോഡൊക്കെ നിർമ്മിക്കാൻ വേണ്ടി. പിന്നെന്താണ്? കുന്നുകളൊക്കെ തുരന്ന് ടണല് ഒക്കെ നിർമ്മിക്കും അല്ലെ. പിന്നെന്താണ്? കണ്ടമൊക്കെ നികത്തി നിരപ്പാക്കി എടുക്കും. ഇതൊക്കെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പോ ഇതിനൊക്കെ തന്നെ പ്രത്യാഘാതങ്ങളുണ്ട് അല്ലെ, പ്രത്യാഘാതങ്ങൾ സംഭവിക്കും. വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെങ്കിലും പരിസ്ഥിതിക്കും മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പ്രാദേശിക കാലാവസ്ഥയെ അത് ദോഷകരമായി ബാധിക്കും. പിന്നെന്താണ്? പ്രകൃതി വിഭവത്തിന്റെ ചൂഷണത്തിനും പരിസ്ഥിതി നാശത്തിനും ഇത് ഇടയാക്കുന്നുണ്ട്. പിന്നെന്താണ്? സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വിട്ടുവീഴ്ച വരുത്താതെ ഇപ്പോഴുള്ള തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റും വിധമുള്ള വികസനമാണ് സുസ്ഥിര വികസനം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഐക്യരാഷ്ട്ര സംഘടനയിലെ ബ്രഡ്ലാൻഡ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടതാണിത്. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നറിയപ്പെടുന്നത്. 2015 പ്രഖ്യാപിച്ച ഈ ലക്ഷ്യങ്ങൾ 2030 നേടിയെടുക്കാനാണ് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഒരു നല്ല ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പില്ലാത്ത അവസ്ഥ, നല്ല ആരോഗ്യവും ക്ഷേമവും, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, ശുദ്ധമായ വെള്ളവും പൊതുശുചിത്വവും, താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം, മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും, വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, അസമത്വം ലഘൂകരിക്കൽ, സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും, ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും, കാലാവസ്ഥാ പ്രവർത്തനം, ജലത്തിനടിയിലെ ജീവൻ, കരയിലെ ജീവൻ, സമാധാനം, നീതിശക്തമായ നിയമസ്ഥാപനങ്ങൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പങ്കാളിത്തം തുടങ്ങിയവയാണ്. നമുക്ക് വേണ്ടത് പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ആഘാതമേൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ്. അത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനം മുന്നോട്ട് വയ്ക്കുന്നത്. വിഭവങ്ങളുടെ ചൂഷണം നിയന്ത്രിച്ചും പാരിസ്ഥിതിക ആഘാതം കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഉപഭോക്താക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉൽപാദകരെയും ഉൽപാദകർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഉപഭോക്താക്കളെയും ആശ്രയിക്കുന്നു. ഉൽപാദകർ ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. ഉപഭോക്താക്കൾ ഉൽപ്പന്ന മൂല്യം വില നൽകി ഉൽപ്പന്നം വാങ്ങുന്നു. ഉൽപാദന പ്രക്രിയയിലെ തൊഴിൽ വിഭാഗം കൂടിയായ ഉപഭോക്താക്കൾ ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ തൊഴിൽ അധ്വാനം പ്രദാനം ചെയ്യുമ്പോൾ ഉൽപാദകർ പ്രതിഫലമായി ഉപഭോക്താക്കൾക്ക് വേതനം കൂടി നൽകുകയും ചെയ്യുന്നു. ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള പരസ്പര ബന്ധം സാധ്യമാകുന്നത് വിപണിയിലൂടെയാണ്. അപ്പോൾ വിപണി എന്താണ്? മാർക്കറ്റ് അല്ലെ. ഉൽപാദന പ്രക്രിയയിലൂടെ നിർമ്മിച്ച സാധനങ്ങളും സേവനങ്ങളും നേരിട്ടോ വിൽപ്പനക്കാർ മുഖേനയോ ഉപഭോക്താവിന് ലഭ്യമാകുന്ന പ്രക്രിയയാണ് വിപണനം അഥവാ മാർക്കറ്റിംഗ്. അപ്പോൾ വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ സാധനങ്ങളും സേവനങ്ങളും വിനിമയം ചെയ്യാനുള്ള സംവിധാനമാണ് വിപണികൾ. വിഭവങ്ങളുടെ വിതരണവും വിനിയോഗവും സാധ്യമാക്കി വ്യാപാരം സുഗമമാക്കുന്നത് വിപണികളിലൂടെയാണ്. അപ്പോൾ എന്താണ് വിപണികളിൽ സംഭവിക്കുന്നത്? സാധനങ്ങൾ വിപണനം ചെയ്യപ്പെടുന്നു. സാധനങ്ങൾ വാങ്ങാൻ ആളുകളുണ്ട് അല്ലെ, ബയ്യേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് ഈ വിൽക്കുന്നവർക്ക് ലഭിക്കുകയാണ്. മേടിക്കാൻ വരുന്നവർക്ക് പ്രോഡക്റ്റും അല്ലെങ്കിൽ സേവനങ്ങളും ലഭിക്കുന്നു. അപ്പോൾ വിപണിയുടെ പൊതു സവിശേഷതകൾ എന്താണ്? ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും.
സാധനങ്ങളുടെ വില നിശ്ചയിക്കപ്പെടുന്നു. വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. വിപണന തന്ത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വില നിർണയം ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വില നിർണയം. വിപണിയിൽ ചോദനം, പ്രധാനം, സന്തുലിത വില. പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ മാർക്കറ്റ്. ഡിമാൻഡ്, സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസസ്. അപ്പോൾ വിപണിയിൽ ഏതൊരു ഉൽപ്പന്നം വാങ്ങുന്നതിനും വില നൽകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത്? ഉപഭോക്താക്കളുടെ ആവശ്യകതയും ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയുമാണ് ഓരോ ഉൽപ്പന്നത്തിന്റെയും വില നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടുതലുള്ള വസ്തുവാണെങ്കിൽ അതിന് വില കൂടും. അപ്പോൾ ചോദനം, ഡിമാൻഡ്, ഒരു സാധനത്തിന് വില കൊടുക്കാനുള്ള കഴിവ്, സന്നദ്ധത എന്നിവയുടെ പിൻബലത്തോടു കൂടിയ ആഗ്രഹത്തെ നാം ചോദനം എന്ന് പറയുന്നു. ഒരു ഉൽപ്പന്നത്തോടുള്ള ആഗ്രഹവും താല്പര്യവും മാത്രമല്ല ചോദനം. ആ ഉൽപ്പന്നം വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ശേഷിയും സന്നദ്ധതയും ചോദനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ ചോദന പട്ടിക, ഡിമാൻഡ് ഷെഡ്യൂൾ. വിവിധ വിലകളിൽ ചോദനം ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ അളവുകളെ കാണിക്കുന്ന പട്ടികയാണ് ചോദന പട്ടിക എന്ന് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കുറഞ്ഞതായും വില കുറയുമ്പോൾ കൂടുതൽ ഉൽപ്പന്നം ചോദനം ചെയ്യപ്പെടുന്നതായും പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാം. ചോദന വക്രം, ഡിമാൻഡ് കർവ്. ചോദന പട്ടിക ഗ്രാഫ് രൂപേണ അവതരിപ്പിക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് ചോദന വക്രം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രം 6.4 പ്രകാരം ചോദന വക്രം ചിത്രീകരിക്കാവുന്നതാണ്. ചിത്രത്തിൽ OX അക്ഷത്തിൽ ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ വിവിധ അളവുകൾ, OY അക്ഷത്തിൽ വിവിധ വിലകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ABCDE എന്നീ ബിന്ദുക്കൾ വിവിധ വിലകളിൽ ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ഈ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ DD എന്ന ചോദന വക്രം ലഭിക്കുന്നു. അപ്പോൾ ചോദന വക്രം ഇടത് മുകളിൽ നിന്ന് വലത് താഴേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഇത് ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പ്രധാനം, സപ്ലൈ. ഉൽപാദകർ അല്ലെങ്കിൽ വിൽപ്പനക്കാർ ഉപഭോക്താവിന്റെ ആവശ്യകത അനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും വിപണിയിൽ ലഭ്യമാക്കുന്നു. വിൽപ്പനക്കാർ വിപണിയിൽ ലഭ്യമാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവാണ് പ്രധാനം അഥവാ സപ്ലൈ. ഒരു നിശ്ചിത വിലയ്ക്ക് നിർദ്ദിഷ്ട കാലയളവിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വയ്ക്കുന്ന ഒരു സാധനത്തിന്റെ അളവിനെയാണ് ആ സാധനത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത്. പ്രധാന പട്ടിക അഥവാ സപ്ലൈ ഷെഡ്യൂൾ. ഒരു നിശ്ചിത കാലയളവിൽ ഉള്ള സാധനങ്ങളുടെ വിലകളും ആ വിലകളിൽ പ്രദാനം ചെയ്യപ്പെടുന്ന സാധനത്തിന്റെ അളവ് കാണിക്കുന്ന പട്ടികയാണ് പ്രധാന പട്ടിക. വില വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ പ്രധാനം വർദ്ധിക്കുന്നതായും വില കുറയുമ്പോൾ പ്രധാനം കുറയുന്നതായും നമുക്ക് മനസ്സിലാക്കാം. പ്രധാന വക്രം, സപ്ലൈ കർവ്. പ്രധാന പട്ടിക ഗ്രാഫ് രൂപേണ അവതരിപ്പിക്കുമ്പോൾ പ്രധാന വക്രം ലഭിക്കുന്നു. OX അക്ഷത്തിൽ പ്രദാനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ വിവിധ അളവും OY അക്ഷത്തിൽ വിവിധ വിലകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ABCDE എന്നീ ബിന്ദുക്കൾ വിവിധ വിലകളിൽ പ്രദാനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവുകളെ സൂചിപ്പിക്കുന്നു. ഈ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ SS എന്ന പ്രധാന വക്രം അഥവാ സപ്ലൈ കർവ് ലഭിക്കുന്നു. പ്രധാന വക്രം ഇടത് താഴെ നിന്ന് വലത് മുകളിലേക്ക് ഉയർന്നു പോകുന്നതായി കാണുന്നു. ഇത് പ്രദാനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ അളവും വിലയും തമ്മിലുള്ള നേർബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. സന്തുലിത വില അഥവാ ഇക്വിലിബ്രിയം പ്രൈസ്. ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോൾ ചോദനം കുറയുന്നതായും വില കുറയുമ്പോൾ ചോദനം കൂടുന്നതായും നാം മനസ്സിലാക്കി. പ്രധാനമാണെങ്കിൽ വില കൂടുമ്പോൾ കൂടുകയും വില കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വിപണിയിൽ ചോദനത്തിന്റെയും പ്രധാനത്തിന്റെയും പരസ്പര പ്രവർത്തന ഫലമായാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, ചോദനവും പ്രധാനവും തുല്യമായി വരുന്ന അവസ്ഥ ഉണ്ടായാൽ അതിനെ നമ്മൾ സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ചോദനവും പ്രധാനവും തുല്യമാകുന്ന വിലയെ സന്തുലിത വിലയെന്നും ഇക്വിലിബ്രിയം പ്രൈസ് എന്നും നിർണ്ണയിക്കപ്പെടുന്ന അളവിനെ സന്തുലിത അളവെന്നും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും അറിയപ്പെടുന്നു. സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് വിപണി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ചോദനത്തിന്റെയും പ്രധാനത്തിന്റെയും പരസ്പര പ്രവർത്തനത്താലാണ് വിപണിയിൽ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വില നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഉൽപ്പന്നത്തിന്റെ ആവശ്യകത ചോദനം കുറഞ്ഞു നിൽക്കുകയും ലഭ്യത കൂടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിപണിയിൽ എന്ത് സംഭവിക്കും? ഉൽപ്പന്നത്തിന് വില കുറയുന്നു. അതേപോലെ തന്നെ ഉൽപ്പന്നത്തിന്റെ ആവശ്യകത ചോദനം കൂടി നിൽക്കുകയും ലഭ്യത കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ വിപണിയിൽ എന്ത് സംഭവിക്കും? ഉൽപ്പന്നത്തിന് വില കൂടുന്നു.
അപ്പോൾ വിപണിയിൽ ചോദനവും പ്രദാനവും തുല്യമല്ലാത്ത അവസ്ഥയാണ് അസന്തുലിതാവസ്ഥ അഥവാ ഡിസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥ വിപണിയിൽ ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ അത് വിപണിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഉൽപ്പന്നത്തിന്റെ ചോദനം പ്രധാനത്തേക്കാൾ കൂടുതലാകുമ്പോൾ ഉൽപ്പന്നത്തിന്റെ വില കൂട്ടുവാനും അതുവഴി കൂടുതൽ ലാഭം കണ്ടെത്താനും ഉൽപ്പാദകർ ശ്രമിക്കും. ഇത്തരത്തിലുള്ള വിലവർദ്ധനവ് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. ആയതിനാൽ ഉൽപ്പന്നത്തിന് വില കുറയ്ക്കുന്നതിന് ഉൽപ്പാദകർ നിർബന്ധിതരാവുകയും ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും ചെയ്യുന്നു. അങ്ങനെ വിപണി ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും സ്വീകാര്യമായ രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇത്തരത്തിൽ വിപണി എപ്പോഴും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വിപണന തന്ത്രങ്ങൾ, മാർക്കറ്റിംഗ് ടെക്നിക്സ്. വിപണിയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുന്ന സാഹചര്യം ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെങ്കിലും ഉൽപ്പാദകരുടെ നിലനിൽപ്പിനെ ഇത് സാരമായി ബാധിക്കുന്നു. ഉപഭോക്താവിന്റെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിനും പരമാവധി വിപണനം നടത്തുന്നതിനും അതുവഴി ലാഭം നേടുന്നതിനും വിപണി പിടിച്ചടക്കുന്നതിനും പലതരം വിപണന തന്ത്രങ്ങൾ ഉൽപ്പാദകർ സ്വീകരിക്കുന്നു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉൽപ്പാദകർ അവരുടെ വിൽപ്പന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് വിപണന തന്ത്രങ്ങൾ. അപ്പോൾ നമ്മൾ പലതരം ബോർഡുകൾ, പരസ്യ ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി മെഗാ സെയില്, ബമ്പർ സെയിൽ, എക്സ്ക്ലൂസീവ് സെയിൽ അല്ലെ, ഇത്ര ശതമാനം കിഴിവെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിപണനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അല്ലെ. പിന്നെ ഡിസ്കൗണ്ട്, റിബേറ്റ് അല്ലെ, ഇ കൊമേഴ്സ്, ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം, പിന്നെ വില കുറച്ച് അല്ലെ. അപ്പോൾ വിപണനം കൂട്ടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെ. നൂതന സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും വിപണിയിലെ മത്സരങ്ങളും വ്യത്യസ്തമായ വിപണന തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിന് ഉൽപ്പാദകരെ പ്രേരിപ്പിക്കുന്നു. ഉൽപാദന ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന നൂതന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വൻതോതിൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക വഴി ഉയർന്ന ലാഭം നേടാനും ഉൽപ്പാദകർക്ക് സാധിക്കുന്നു. കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതുപുത്തൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സാങ്കേതിക മികവുള്ളതും ഏവർക്കും സ്വീകാര്യമായതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നതിലൂടെ വിപണി കൈയടക്കുക എന്നതാണ് ഉൽപ്പാദകരുടെ ലക്ഷ്യം. അപ്പോൾ വില നിയന്ത്രണം വിപണിയിൽ. പ്രൈസ് കൺട്രോൾ ഇൻ മാർക്കറ്റ് എന്താണ്? ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്ന സാഹചര്യം തീർച്ചയായും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയരുന്നത് ഉപഭോക്താക്കളുടെ ജീവിത നിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയരാതെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിൽ ഗവൺമെന്റിന്റെ സുപ്രധാനമായ പങ്കാണ് ഗവൺമെന്റുകൾക്ക് വഹിക്കാനുള്ളത്. ഗവൺമെന്റ് പൊതുജനക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ട് പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ അവശ്യ വസ്തുക്കൾ നിയന്ത്രിത അളവിൽ പൊതുവിതരണ സംവിധാനം വഴി, നമ്മുടെ റേഷൻ കടകളൊക്കെ അല്ലെ, വഴി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങൾ, ന്യായവില സ്റ്റോറുകൾ, സപ്ലൈകോ തുടങ്ങിയവ പൊതുജനക്ഷേമം മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ റബ്ബർ, തേങ്ങ, നെല്ല് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. വിപണി വിലയെ നിയന്ത്രിക്കാനായി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുന്നതും സർക്കാരാണ്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഏറ്റവും ഉയർന്നതും ഏറ്റവും കുറഞ്ഞതുമായ വില സർക്കാർ നിശ്ചയിക്കുന്നതിനെയാണ് വില നിയന്ത്രണം എന്നത് ഉദ്ദേശിക്കുന്നത്. വിപണിയിൽ ഇടപെടലുകൾ നടത്തി ന്യായവിലയ്ക്ക് വിനിമയം സാധ്യമാക്കുകയും ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് വില നിയന്ത്രണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില എന്താണ്? സപ്പോർട്ട് പ്രൈസ് ഫോർ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്നാണ്. ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണ് മിനിമം താങ്ങുവില അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ്. വിപണിയിൽ കാർഷിക ഉൽപ്പന്നത്തിന്റെ വില അത് ഉൽപ്പാദിപ്പിക്കാൻ എടുത്ത ആകെ ചെലവിനേക്കാൾ കുറവാകുന്ന സാഹചര്യത്തിൽ കർഷകന് നഷ്ടം സംഭവിക്കാം. ഇത്തരത്തിലുള്ള നഷ്ടം ഒഴിവാക്കി കർഷകന് പിന്തുണ നൽകുന്നതിനായി ഗവൺമെന്റ് ഇടപെട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുന്നു. കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നം വാങ്ങി സംഭരിച്ചും ന്യായമായ മിനിമം താങ്ങുവില കാർഷികോൽപ്പന്നത്തിന് പ്രഖ്യാപിച്ചും കർഷകരെ ഉൽപാദന നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇത് കർഷകർക്കുള്ള ഒരു സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? ഇനി വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ചാനലുകളുടെ സഹായത്താൽ സാധനങ്ങളും സേവനങ്ങളും വിപണനം ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്റർനെറ്റിനെ ജീവനാഡിയാക്കി കുതിച്ചു മുന്നേറുന്ന ഡിജിറ്റൽ സംവിധാനമാണിത്. ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണവും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലഭ്യതയും വർദ്ധിച്ചതോടെ ഉപഭോക്താക്കൾ നേരിട്ട് വിപണിയെയോ വിൽപ്പനക്കാരെയോ സമീപിക്കുന്നതിന് പകരം ഓൺലൈനിൽ സാധനങ്ങളും സേവനങ്ങളും തിരഞ്ഞെടുക്കാനും ആവശ്യങ്ങൾക്കനുസരിച്ച് വാങ്ങാനും തുടങ്ങി. വിവര സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടുകൂടി വിപണി സംവിധാനം കൂടുതൽ വിപുലമായി.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന പദം 1990-കളിലാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ് എന്ന പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സവിശേഷതകൾ എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്: ഇന്റർനെറ്റ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്ന വിപണന രീതിയാണിത്. ഉപഭോക്താക്കൾക്ക് വിപണന കേന്ദ്രം സന്ദർശിക്കേണ്ടതില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. സമയലാഭം, ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യം, ആകർഷണീയത. പിന്നെന്താണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പുതിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഉൽപാദനം, ഉപഭോഗം, വിതരണം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. പരിമിതമായ വിഭവങ്ങളും വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും സമരസപ്പെടുത്തി മാത്രമേ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിര വികസന കാഴ്ചപ്പാടിലൂന്നി മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഉൽപാദകന്റെയും ഉപഭോക്താവിന്റെയും താല്പര്യങ്ങൾ ഒരുപോലെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വിപണിയിൽ വില നിർണയവും സാധ്യമാക്കേണ്ടത്. നൂതന വിപണന തന്ത്രങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയും രാജ്യത്തിന്റെ വിപണന രംഗത്തെ ആഗോള തലത്തിലേക്ക് ഉയർത്തുന്നു.